ഞാനിപ്പോൾ ആക്ച്വലി പൂജപ്പുര ജയിലിൽ നിന്നാണ് വരുന്നത്. ക്രിമിനലായിട്ടല്ല കേട്ടോ. അവിടെ ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനിന്നവിടെ സങ്കീർത്തനം 34 ഇന്നവിടെ പറഞ്ഞത്. അങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നുള്ള വാക്യത്തെ പറ്റിയാണ് കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സാറേ എന്ത് ചെയ്യാനാ, നോട്ടൻ ലോകത്തിരുന്നപ്പോൾ തെറ്റിപ്പോയി, ഇപ്പോൾ പോക്സോ കേസിനകത്തായി കിടക്കുക. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ്, ഞാനത് പറയാനാണ് വന്നത്. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ദൈവം കാൽവറിയിൽ മരിച്ചതോടുകൂടി, അല്ലെ കാൽവറിയിൽ യാഗമായതോടുകൂടി നമ്മുടെ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി ആത്മീയമായിട്ട്. പക്ഷേ ലോകത്ത് ഉള്ളൊരു നിയമമുണ്ടല്ലോ, ഒരുത്തം മോഷ്ടിച്ചേച്ച് മോഷണവസ്തു തിരിച്ചു കൊടുത്താലും അതിൻ്റെ മോഷണമെന്ന് പറയുന്ന ക്രൈം അവിടെ ക്രൈമായിട്ട് നിൽക്കുകയാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം. വീണ്ടും നമുക്ക് ഒരു മിനിറ്റ് തലവണ വണക്കം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഈ വീണ്ടും ഒരു വിശുദ്ധ പകൽക്കാലം കൂടെ അടിയങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ അങ്ങിടയാക്കിയതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. അവിടുന്ന് കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രബോധനം കേട്ടു. വീണ്ടും കർത്താവെ, തിരുസന്നിധി ഞങ്ങളായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് ഇടപെടണം. ഞങ്ങൾ കേൾവിക്കാരായിട്ടല്ല, മറിച്ച് ഞങ്ങളത് അനുസരിക്കുന്നവരായി മാറുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വതും കാൽവറിയിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി മാറിയ ഇന്നും ജീവിക്കുന്ന മരണത്തെ ജയിച്ചവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ചെറിയൊരു കാര്യം മാത്രമേ പറയാനുള്ള സമയക്കുറവുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സഭയിലും പാസ്റ്ററോട് സൂചിപ്പിച്ചതുപോലെ അനേകം നമ്മൾ ഭക്തിയുള്ള ആളുകൾ എല്ലാം നമ്മളെ വിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ പലരും, നമ്മൾ ചോദിച്ച എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം കിട്ടിയ ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടാത്തത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ബേസിക്കലി നാം മനസ്സിലാക്കേണ്ടത്, കർത്താവ് ലോകത്തേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ വിശ്വാസം, ഇവിടെ വന്ന് മനുഷ്യർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും അവരുടെ രോഗസൗഖ്യത്തിനായിട്ട് മാത്രം, അല്ലെങ്കിൽ അതിനുവേണ്ടി അല്ല കർത്താവ് ലോകത്തിലേക്ക് വന്നത്. കർത്താവ് ലോകത്തേക്ക് വന്നത് മനുഷ്യൻ ചെയ്ത പാപമെന്ന രോഗത്തിൻ്റെ പരിഹാരമായിട്ടാണ്. പക്ഷേ അവൻ അത്ഭുതം ചെയ്തോ, സൗഖ്യമാക്കിയോ? സത്യമാണ്, യേശു ലോകത്തായിരുന്നപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ബൈബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഇതെല്ലാം കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ, അനുകമ്പയുടെ ഗ്രൗണ്ടിലാണ് ഇത് മുഴുവൻ കർത്താവ് ചെയ്തത്. അപ്പോൾ അവൻ്റെ ആ ആവശ്യത്തിൻ്റെ ആ ഘട്ടത്തിൽ തീർച്ചയായിട്ടും കർത്താവ് അവനെ സൗഖ്യമാക്കിയിട്ടുണ്ട്, അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, അത് നമ്മുടെ യഥാർത്ഥമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം എന്നല്ല, പാപമെന്ന രോഗത്തിന് ഒരു പരിഹാരമായിട്ടാണ് കർത്താവ് ലോകത്തേക്ക് വന്നത്. അതവൻ നമുക്ക് ഓഫർ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് കാൽവറിയിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം കൂടെ കാണുവാൻ സാധിക്കും. യേശു കർത്താവ് ഇതുപോലെ ഒരു നിലവിളിക്കുന്ന ഒരു രംഗമുണ്ട്. നമുക്കത് വായിക്കാം. മർക്കോസ് 15:33-34. 6 മണി നേരമായപ്പോൾ 9 മണി നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. 9 മണി നേരത്ത് യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, യേശു കാൽവറി ക്രൂശിൽ കിടന്ന് 7 തിരുമൊഴികളാണ് യേശുവിൻ്റെതായിട്ടുള്ളത്. ഇതിൽ ആദ്യത്തേതും അവസാനത്തേതിലുമുള്ള എല്ലാ തിരുമൊഴികളും പിതാവേ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ, ഈ 4-മത്തെ തിരുമൊഴിയായ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ നീ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുന്ന ഇത് എൻ്റെ ദൈവമേ എന്നാണ് ചോദിക്കുന്നത്. പിതാവേ, എന്നെ കൈവിട്ടത് എന്ത് എന്നല്ല ചോദിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ നമുക്കവിടെ ഒരു ചോദ്യമാണ്. ആ സമയത്ത് പിതാവ്, ദൈവം ഈ യേശുവിനെ കൈവിട്ടോ എന്നല്ല യേശു അങ്ങനെ ചോദിക്കാനുണ്ടായ സാഹചര്യം. പ്രിയ സിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ
യേശു ഒരേ സമയം 100% മനുഷ്യനും 100% ദൈവവുമായിരുന്നു. മനുഷ്യനായ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ അവന് വേദന അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആണി അടിക്കുമ്പോൾ തീർച്ചയായിട്ടും അവന് ക്രൂശ് മരണമാണ് ലോകത്തിലെ ഏറ്റവും അധികം വേദനാജനകമായ ഒരു മരണം എന്ന് പറയുന്നത്. ഈ ക്രൂശ് മരണം എന്ന് പറയുന്നത് യേശു ഒരു യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് റോമാ പൗരത്വം ഉള്ള യഹൂദന്മാർക്ക് അവരുടെ ശിരസ് ഛേദിച്ചാണ് മരണം വധശിക്ഷ നടപ്പാക്കുന്നത്. യേശു റോമാ പൗരത്വം ഇല്ലാത്ത യഹൂദനായതുകൊണ്ടാണ് ഈ ക്രൂശ് മരണം എന്ന വധശിക്ഷയ്ക്ക് യോഗ്യനായത്. അപ്പോൾ യേശു കാൽവറി ക്രൂശിൽ കടന്ന് യേശു ഈ വേദന സഹിക്കുമ്പോൾ ഇത് എങ്ങനെയെങ്കിലും എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിക്കുമ്പോൾ അവിടെ നിന്നുള്ള ആ പ്രതികരണം എന്ത്? ചില ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് ലോകം മുഴുവൻ അന്നേരം ഇരുട്ടായി. കാരണം പിതാവ് താഴോട്ട് നോക്കുമ്പോൾ ഈ കാഴ്ച കാണുവാൻ പിതാവിനെ ആ ലോകം മുഴുവൻ ഇരുട്ടാക്കിയിരിക്കുകയായിരുന്നു. കാരണം പിതാവ് ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് അതിലേക്ക് അങ്ങ് മുഖം തിരിച്ചു. കാരണം യേശുവിൻ്റെ മുഖത്തോട്ടില്ല ഉള്ള മുഖമല്ല തിരിച്ചത്, മറിച്ച് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരമായി പാപമായി യേശുവിന് പാപത്തെ എൻ്റെ ദൈവമേ എന്നവിടെ വിളിക്കുന്നത് തന്നെ യേശു ഒരു ന്യായാധിപൻ്റെ റോളിലാണ് അന്നവിടെ നിൽക്കുന്നത്. കാരണം യേശുവിൻ്റെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് ഒരു മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. അപ്പോൾ ന്യായാധിപനായ ദൈവത്തിൻ്റെ ആ നീതി അല്ലെങ്കിൽ ന്യായം അവിടെ നടത്തുകയാണ്. ആ സമയത്താണ് യേശു കർത്താവ് ഇത് ചോദിക്കുന്നത്. ഇതിനേറ്റവും അനുയോജ്യമായ ഒരു കാരണം ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ദ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് മൂവിയുണ്ട്. ബ്രിഡ്ജ് ഞാനിവിടെ കാണിക്കാനായിട്ട് നോക്കിയതാണ്, പക്ഷേ അവിടെ എന്തോ ടെക്നിക്കൽ പ്രശ്നമെന്ന് പറയുന്നു. അപ്പോൾ ഈ മൂവിയിൽ ഒരു പിതാവും ഒരു മകനും ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലുണ്ട്, കണ്ടാലറിയാം. ഈ പിതാവ് ഈ സൂയസ് കനാലിലൊക്കെ നമുക്കറിയാം, ഈ ട്രെയിൻ പോകുന്ന പാളത്തിൻ്റെ നടുക്ക് ഈ കപ്പൽ പോകാൻ വേണ്ടി ആ ട്രെയിൻ ഇങ്ങനെ ഈ പാലം ഇങ്ങനെ പൊക്കി കൊടുക്കണം. കപ്പൽ വരുന്ന സമയത്ത് അതിന് പാത്തുണ്ടാക്കാനായിട്ട് ഈ ബ്രിഡ്ജ് പൊക്കി കൊടുക്കും. അപ്പോൾ കപ്പൽ പോകും, വീണ്ടും താത്തിട്ട് കഴിയുമ്പോൾ ട്രെയിൻ പോകും. ഇങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പിതാവ്, ഏറ്റവും സ്നേഹവാനായ ഒരു മകനുമുണ്ട് ഇദ്ദേഹത്തിന്. അപ്പോൾ ഇദ്ദേഹം ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ കാര്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്രിഡ്ജ്, ഈ ലിവർ ഇങ്ങനെ ട്രെയിൻ വരുമ്പോൾ അത് നേരെയാക്കണം, കപ്പൽ വരുമ്പോൾ അത് പൊക്കി കൊടുക്കണം. ഇദ്ദേഹം പെട്ടെന്ന് നോക്കിയപ്പോൾ ട്രെയിനിൻ്റെ സൗണ്ട് സിഗ്നൽ കിട്ടി. ഇദ്ദേഹം ഈ ട്രെയിൻ വരുന്ന സമയത്ത് ഇത് പൊക്കാനായിട്ട് നോക്കിയപ്പോൾ ഈ ലിവർ അങ്ങ് സ്റ്റക്ക്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആകേണ്ടതാണ്, പക്ഷെങ്കിൽ അന്ന് ഇതായില്ല. അപ്പോൾ അദ്ദേഹം ആകപ്പാടെ പ്രശ്നത്തിലായി. ഈ സമയം നോക്കുമ്പോൾ മറ്റൊരു കാഴ്ച ഇദ്ദേഹം മറുസൈഡിൽ കാണുകയാണ്. ഇദ്ദേഹം ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മകന് ഈ ട്രെയിൻ പാളത്തെ കൂടെ ഓടി അവിടുന്ന് ഡാഡിയെന്നും വിളിച്ചുകൊണ്ട് ഈ റെയിൽ പാളത്തെ കൂടി ഇങ്ങോട്ട് ഓടി വരികയാണ്. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാൻ മേല. അപ്പോൾ ഇദ്ദേഹം മാനുവലായിട്ട് ഇത് പിടിച്ചു ഈ ലിവറേൽ. അപ്പോൾ ഈ ലിവർ താത്ത് കൊടുത്ത് ട്രെയിൻ പോകത്തക്ക രീതിയിലാക്കി കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഈ മകൻ്റെ മണ്ടയിൽ കൂടെ കയറിപ്പോകും. അദ്ദേഹത്തിന് എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാൻ മേലാത്ത വലിയൊരു വിഷമഘട്ടത്തിലായി. അദ്ദേഹം 2 കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നത്. ഒന്ന്, തൻ്റെ മകൻ മുമ്പിൽ നിൽക്കുന്നു. രണ്ടാമത് 12,000 ആൾക്കാർ സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ വന്ന് ഈ കടലിലേക്ക് വന്ന് വീഴും. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ നിൽക്കുന്ന ഒരു വലിയ പ്രതിസന്ധി ഘട്ടം. അദ്ദേഹം ഒന്നും നോക്കിയില്ല, തൻ്റെ മകനെ ഈ സാക്രിഫൈസ് ആകാൻ വിട്ടുകൊടുത്തുകൊണ്ട് ഈ ലിവർ മാനുവലായിട്ട് താത്തു. അങ്ങനെ ട്രെയിൻ പെട്ടെന്ന് കടന്നുപോയി. ഈ മകൻ അതോടുകൂടി മരിച്ചു. ഞാനത് പറഞ്ഞത് വലിയ ടച്ചിങ് സ്റ്റോറിയാണ്, പക്ഷേ അതിൻ്റെ കമൻറ്റുകളൊക്കെ വേറെ കുറച്ച് നെഗറ്റീവ് കിടപ്പുണ്ട്. എന്നാൽ പോലും നമ്മളതിനകത്തെ ആ കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതുപോലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ, അല്ലെങ്കിൽ പ്രതിസന്ധി എന്ന് പറയാൻ പറ്റത്തില്ല, ഈ മൂവിയിൽ അതൊരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ കാൽവറിയിൽ
അത് പ്രീഡെസ്റ്റൈൻഡ് ആയിരുന്നു. ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച കാര്യമാണ്. പക്ഷെങ്കിൽ അവിടെ ഒരു പ്രതിസന്ധി ഘട്ടമാണ്. തൻ്റെ മകൻ അവിടെ നിന്ന് കാൽവറി ക്രൂശിൽ നിന്ന് എന്നെ കൈവിട്ടത് എന്തെന്ന് ചോദിച്ച് ഒരു സൈഡിൽ വിളിക്കുന്നു, മറിച്ച് എൻ്റെയും നിങ്ങളുടെയും മോഹം അവൻ നോക്കുന്നു. പാപം ചെയ്ത് പിശാചിൻ്റെ അടിമത്തത്തിലേക്കായി വലിയ ശിക്ഷയ്ക്ക് നമ്മൾ യോഗ്യരായി മാറുന്ന ആ നമ്മുടെ മുഖം നോക്കുന്നു. അപ്പോൾ ലോകത്തെ താൻ സ്നേഹിച്ച് എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിച്ചതുകൊണ്ട് അവൻ തൻ്റെ മകൻ്റെ നേരത്തെ കുറച്ച് നേരത്തേക്ക് മുഖം തിരിച്ചു. ഇനി നാം ആലോചിക്കണം, ഇത് യേശു കാൽവറി ക്രൂശിൽ കിടക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും പാപമായിട്ടാണ്. പാപം ചെയ്യാത്ത യേശു നമ്മുടെ ഓരോരുത്തരുടെയും പാപമായിട്ട് കിടക്കുകയാണ്. ഇത് കുറച്ചുകൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. കാരണം യേശു കാൽവറി ക്രൂശിൽ 2026 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലെ ആ ഗോൽഗോത്തായിൽ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ഇതേ സമയം അതൊക്കെ ദൃശ്യലോകത്ത് നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ ഇതേ സമയത്ത് അദൃശ്യലോകത്ത് പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് ഒരു കാര്യം നടന്നു. ഇതേ സമയം പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് തൻ്റെ ന്യായാസനത്തിൽ പിതാവായ ദൈവം ഒരു ജഡ്ജിൻ്റെ റോളിൽ ഇരിക്കുമ്പോൾ പിശാച് വന്ന് പിതാവായ ആ ഭാഗം ഒന്ന് വായിച്ചാലും കുഴപ്പമില്ല, കൊളോഷ്യൻസ് 2:14-15. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഈ 15-ാമത്തെ വാക്യത്തിൽ നടന്നത് മുഴുവൻ ലോകത്തല്ല, പരസ്യമായ കാഴ്ചയാക്കി എന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കും ലോകത്ത് യേശു പരസ്യമായി കാൽവറി ക്രൂശിൽ കിടന്ന കാഴ്ചയാണ്. അതല്ല അവിടെ പറയുന്നത്. ആ 15-ാം വാക്യത്തിലെ മുഴുവൻ കാര്യങ്ങളും അദൃശ്യ ലോകത്ത് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നടന്ന കാര്യമാണ്. അവിടെ പിശാച് പിതാവായ ദൈവം ഇരിക്കുമ്പോൾ പിശാച് വന്ന് നിൻ്റെ മക്കൾ ചെയ്ത പാപത്തിൻ്റെ ആ ശിക്ഷ നീ നടപ്പാക്കെന്ന് പറയുമ്പോൾ പിശാച് പറഞ്ഞതുകൊണ്ട് ദൈവത്തിൻ്റെ നീതി ഇല്ലാതാകുന്നില്ല. ദൈവം ന്യായം നടത്തുക തന്നെ ചെയ്യും. അപ്പോൾ ദൈവം ചോദിച്ചു, എവിടെ എൻ്റെ മക്കൾ ചെയ്ത പാപത്തിൻ്റെ ലിസ്റ്റ്? ആ കൈയെഴുത്തെന്ന് പറയുന്നത് അതാണ് ചാർജസ് അല്ല ചാർജ് ഷീറ്റ്. അപ്പോൾ എവിടെ എൻ്റെ മക്കൾ ചെയ്ത പാപം എന്ന് ചോദിച്ചപ്പോൾ പിശാച് പറഞ്ഞു, താഴെ ഭൂമിയിലോട്ട് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം താഴോട്ട് നോക്കിയപ്പോൾ അവിടെ കിടക്കുന്നത് കാൽവറി ക്രൂശിൽ തൻ്റെ മകൻ്റെ രക്തത്താൽ കുളിച്ച് കിടക്കുന്ന ആ ചാർജസ് മുഴുവൻ, കൈയെഴുത്തെന്ന് പറയുന്ന ആ ചാർജസ് മുഴുവൻ ചാർജ് ഷീറ്റായിട്ട്, അതായത് കുറ്റമില്ലാത്ത കുറ്റപത്രമായി യേശു കർത്താവ് കാൽവറി ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോഴാണ്. ഈ കുറ്റമില്ലാത്ത കുറ്റപത്രം കാൽവറി ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ പിതാവ് നോക്കുമ്പോൾ തൻ്റെ മകൻ്റെ രക്തമല്ലാതെ ഒന്നും അവിടെ കാണുന്നില്ല. എൻ്റെ ചോദ്യം, ആ സമയത്ത് പിതാവ് യേശു കർത്താവ് വിളിച്ച ആ ചോദ്യമുണ്ട്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഈ കൈവിടൽപ്പെടൽ കേൾക്കുമ്പോൾ പിതാവ് തീരുമാനിക്കുക, എൻ്റെ മകൻ വിളിച്ചതല്ലേ, ആ മകനെ ഞാൻ രക്ഷിക്കാമെന്ന് തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? താഴോട്ട് പിശാച് നോക്കാൻ പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മുഴുവൻ പാപങ്ങളും അവിടെ തെളിഞ്ഞു നിൽക്കുകയാണ്. നമ്മളെ ഒരു കാരണവശാലും രക്ഷിക്കപ്പെടുവാൻ, നമ്മളെ അവിടെ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ അവസ്ഥയിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ അവൻ എന്നും നമ്മോട് ആത്യന്തികമായ സ്നേഹമുള്ളതുണ്ട്. അവസാനമില്ലാത്തതായ അവൻ്റെ സ്നേഹം മൂലം അവൻ തൻ്റെ പുത്രൻ്റെ മുഖത്ത് നിന്ന് അല്പനേരത്തേക്ക് മാറ്റി നമ്മെ ഓരോരുത്തരെയും മനസ്സിൽ കണ്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ കാൽവറിയിൽ യാഗമായിട്ട് മാറി. പിതാവ് നോക്കിയപ്പോൾ അങ്ങനെ പിതാവിൻ്റെ മുമ്പിൽ പിശാച് കൊണ്ടുവന്ന ആ കുറ്റങ്ങൾ, നമുക്കെതിരെ കൊണ്ടുവന്ന കുറ്റങ്ങളൊന്നും തെളിയിക്കാനാകാതെ കാൽവറി ക്രൂശിൽ യേശു മുഖാന്തരം ഈ പിതാവിൻ്റെ മുമ്പിൽ ഈ പിശാചിനെ പിതാവായ ദൈവം പരസ്യ കാഴ്ചയാക്കി എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര അവസ്ഥയാണ് ആ കടന്നു പോകുന്നത്. വലിയ ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പിതാവ് നമ്മുടെ ഓരോരുത്തരുടെയും മുഖം നോക്കുന്നു, നമ്മെ ഓരോരുത്തരെയും പിതാവ് കാണുന്നു. അങ്ങനെ യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ ആ യാഗമാക്കപ്പെട്ടതിൻ്റെ ആ വലിയ
സുവിശേഷമാണ് നാം ഓരോരുത്തരും ഇപ്പോൾ അനുഭവിക്കുന്നത്. ആ സ്വാതന്ത്ര്യമാണ് നാം ഓരോരുത്തരും അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഈ കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം. നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും അനേകം ആവശ്യങ്ങളുമായിട്ട് കർത്താവിൻ്റെ അടുത്ത് നാം ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം നിറവേറ്റി തന്നിരുന്നെങ്കിൽ, കാരണം എൻ്റെ ദൈവത്തിനറിയാം നിങ്ങൾക്ക് ആവശ്യമായുള്ളത് എന്താണെന്നുള്ളത്. കാരണം ഇതിൻ്റെ ഈ 3 ദിവസം കഴിഞ്ഞുള്ള ആ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഇത് ചെയ്തത്. നമുക്ക് ഓരോരുത്തർക്കും ഞാൻ പഠിച്ചതിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളും തമ്മിൽ ഒരുമിച്ച് വരുമ്പോഴാണ് ആ പ്രെയർ റിക്വസ്റ്റ് സാധ്യമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ചില സമയത്തേക്ക് ദൈവം താൽക്കാലികമായിട്ട് ചിലപ്പോൾ അതിനു വേണ്ടി സൈലൻസ് അല്ലെങ്കിൽ അതിന്മേലൊരു മറുപടി തരാതിരിക്കുമ്പോൾ നാം വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ആത്യന്തികമായ നന്മ എന്താണെന്ന് എൻ്റെ കർത്താവിന് മാത്രമേ അറിയുകയുള്ളൂ. ഞാനൊരു കാര്യം, എൻ്റെ വ്യക്തിപരമായൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം എനിക്കും ഇതുപോലെ ഒരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എൻ്റെ 25-ാമത്തെ വയസ്സിൽ എൻ്റെ ഫാദർ 57 വയസ്സുള്ളപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ദിവസം രാവിലെ ഞങ്ങൾ ഒരുമിച്ച് ഓഫീസിൽ പോയി വൈകിട്ട് തിരിച്ചു വന്ന് രാത്രി 9:30 ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ ഫാദർ മരിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാത്ത വലിയ ഒരു അവസ്ഥയിൽ കൂടെ അന്ന് കടന്നുപോയി. അപ്പോൾ എൻ്റെ ഫാദർ, അപ്പം ഞാൻ ദൈവത്തോട് പല പ്രാവശ്യം ചോദിച്ചുകൊണ്ട്, കർത്താവേ എന്താണ് ഇങ്ങനെ? കാരണം ഞങ്ങൾ അതുപോലെ ശരിക്കും ഫാദർ ഒരു ഫ്രണ്ട്സ് പോലായിരുന്നു ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം എല്ലാവർക്കും നന്മ മാത്രം ചെയ്ത എൻ്റെ ഫാദറിനെ എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് എടുത്തതെന്ന് എനിക്കൊരു വലിയ ചോദ്യമായിരുന്നു. 1 വർഷത്തോളം ഞാൻ എടുത്തു ഇതിനകത്തു നിന്നൊക്കെ ഗെറ്റ് ഓവർ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ 30 വർഷത്തിന് ശേഷം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്തിനാണ് അന്ന് എൻ്റെ ഫാദറിനെ കർത്താവ് എടുത്തതെന്നുള്ളത്. കാരണം ചെറുതായിട്ട് പറഞ്ഞാൽ, കാരണം അന്ന് ഞങ്ങളുടെ ഒരു ബിസിനസ്, ഞങ്ങളുടെ ഫാമിലി ബിസിനസ് ഉണ്ട്, ഒരു കമ്പനിയാണ്. അപ്പോൾ എൻ്റെ ഫാദർ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് ഇതിൻ്റെ ഈ ലിമിറ്റഡ് കമ്പനിയുടെ MD ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഫാദർ മരിച്ചില്ലായിരുന്നെങ്കിൽ റിട്ടയറായതിന് ശേഷം ഉടൻ തന്നെ ഫാദറായിരുന്നു സീനിയർ മോസ്റ്റ് ആളെന്നുള്ള രീതിയിൽ ഇതിൻ്റെ തലപ്പത്ത് വരേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം, ഇന്ന് അത് കഴിഞ്ഞിട്ട് ഫാദർ മരിച്ചതുകൊണ്ട് ഫാദറിൻ്റെ അനിയനായി വന്നു. ഇന്ന് 30 വർഷത്തിന് ശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ ഇപ്പോൾ എൻ്റെ ഫാദറിൻ്റെ അനിയന് വലിയ അന്നത്തെ ഒരു കേസിൽപ്പെട്ട് ഇന്നിപ്പോൾ ഒരു വിജിലൻസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ 3 ആഴ്ചയായിട്ട് സുപ്രീം കോടതിയിൽ ഒരു സ്റ്റേയ്ക്ക് വേണ്ടി പോയി നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പം ജയിലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ആലോചിച്ച് നോക്കി, അപ്പോൾ എൻ്റെ കർത്താവ് ശരിക്കും എത്ര വിശ്വസ്തനായിരുന്നു. കാരണം എൻ്റെ ഫാദർ അനുഭവിക്കേണ്ട ഒരു പ്രശ്നമായിട്ടത് മാറിയേനെ. കാരണം ഇന്ന് പക്ഷെ പുള്ളി അനുഭവിച്ചതുകൊണ്ട് ഇതല്ല ഞാൻ പറയുന്നത്. കാരണം എന്താണ് അതിൻ്റെ ഒരു നന്മ എന്തെന്നുള്ളത് ദൈവം ഓരോരുത്തർക്കും, ദൈവത്തിനറിയാവുന്ന പോലെ നമ്മളെപ്പറ്റി മറ്റാർക്കും അറിയില്ല. നമുക്ക് ശേഷം കർത്താവ് എല്ലാം അറിയുന്നു. അപ്പം ചിലപ്പം നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് വൈറ്റ് ഹാപ്പൻഡ് എന്നൊക്കെയുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ചിലപ്പോൾ നമുക്ക് ആൻസറും കിട്ടത്തില്ല, വർഷങ്ങളോളം കിട്ടത്തില്ല. പക്ഷേ ആത്യന്തികമായി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ആ 2ാമത്തെ വരവിൽ ക്രിസ്തുവിനോടൊത്തുള്ള ആ വാസത്തിന് വേണ്ടി നമ്മെ ഓരോരുത്തരെയും അവൻ ഒരുക്കുകയാണ്. അതിനുവേണ്ടി താൽക്കാലികമായിട്ട് നമുക്ക് ലോകത്തുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അവൻ നമ്മെ തീർച്ചയായിട്ടും കരം പിടിച്ച് നടത്തും എന്നുള്ള വലിയ ഉറപ്പാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നിന്നെ സഹായിക്കട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.